നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടിക്കാട് PG റോഡിൽ യുവാക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ പരസ്പരം വെട്ടിയ കേസിലെ പ്രതികളായ 5 പേർ പോലീസ് പിടിയിൽ. കയ്പമംഗലം കാളമുറിയിൽ ബൈക്കുകളിലെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിച്ചു. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ ഒരേ സ്ഥലത്ത് നിന്നും 2 മലമ്പാമ്പുകളെ പിടികൂടി. പ്രസിദ്ധമായ മൂന്നുമുറി പള്ളിയിൽ അമ്പ് തിരുനാളിന് കൊടിയേറി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി കലാപ്രിയ സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. മാസങ്ങളായി റേഷൻ മുടങ്ങിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 മുറി റേഷൻ കടയ്ക്ക് മുന്നിൽ നിൽപ്പു സമരം നടത്തി. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങൾക്ക് കുറ്റിപ്പമ്പ് വിതരണം ചെയ്തു. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റായി KB സന്ദീപ് ചുമതലയേറ്റു. വിശദമായ വാർത്തയിലേക്ക്. പട്ടിക്കാട് PG റോഡിൽ യുവാക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ പരസ്പരം വെട്ടിയ കേസിലെ പ്രതികളായ 5 പേർ പോലീസ് പിടിയിൽ. PG അമ്പലക്കുന്നത്ത് വീട്ടിൽ രാഹുൽ, പൊടിപ്പാറ നെല്ലിക്കൽ വീട്ടിൽ പ്രിൻസ്, മയിലാട്ടുംപാറ പുളിങ്കുന്നിൽ വീട്ടിൽ ക്ലിൻസ്, പയ്യനം പനച്ചിപ്പാറ വീട്ടിൽ അനിറ്റ്, തെക്കുംപാടം മുണ്ടുമാറത്തിൽ വീട്ടിൽ ലിബി എന്നിവരാണ് PG പോലീസിന്റെ പിടിയിലായത്. കേസിലെ മറ്റൊരു പ്രതിയായ മരക്കൽ പടിഞ്ഞാറയിൽ പ്രജോദ് തലയ്ക്ക് ഗുരുതര പരിക്കുകളോടെ പോലീസ് നിരീക്ഷണത്തിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ PG റോഡ് ജംഗ്ഷനിലെ അടിപ്പാതയിൽ വെച്ച് പ്രതികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കയ്പമംഗലം കാളമുറിയിൽ ബൈക്കുകളിലെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിച്ചു. കാളമുറി സ്വദേശി പോത്താംപറമ്പിൽ മനു, മതിലകം എമ്മാട് സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ നിസാം, കയ്പമംഗലം സ്വദേശികളായ കോലോത്തുംപറമ്പിൽ കമറുദ്ദീൻ, താലിബ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെ കാളമുറി സെന്ററിൽ വച്ചായിരുന്നു സംഭവം. കാറിന്റെ ചില്ലും അടിച്ചു തകർത്തിട്ടുണ്ട്. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ കയ്പമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ ഒരേ സ്ഥലത്ത് നിന്നും 2 മലമ്പാമ്പുകളെ പിടികൂടി. ആറാട്ടുകടവ് മാമ്പിള്ളി സുബ്രഹ്മണ്യന്റെ പുരയിടത്തിൽ നിന്നുമാണ് വ്യത്യസ്ത സമയങ്ങളിലായി 2 മലമ്പാമ്പുകളെ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയിൽ 10 അടി നീളമുള്ള വലിയ മലമ്പാമ്പിനെ ഇവിടെ കണ്ടെത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ നായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ട് ഉണർന്ന വീട്ടുകാർ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു മലമ്പാമ്പിനെ കൂടി കണ്ടെത്തുകയായിരുന്നു. സ്നേക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി 2 പാമ്പുകളെയും പിടികൂടി. പിടികൂടിയ പാമ്പുകളെ വനം വകുപ്പിന് കൈമാറും. പ്രസിദ്ധമായ മൂന്നുമുറി പള്ളിയിൽ അമ്പ് തിരുനാളിന് കൊടിയേറി. മൂന്നുമുറി സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാൾ കൊടിയേറി. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആൻഡോ ചുങ്കത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോർജ് വേടപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തൊഴുത്തുങ്കൽ, ഇടവക കൈക്കാരൻ ബിജു തെക്കൻ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ സണ്ണി ചിരിയങ്കണ്ടത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. തിരുനാൾ ജനുവരി 25, 26, 27 തീയതികളിൽ ആഘോഷിക്കുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി കലാപ്രിയ സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ കലാപ്രിയ സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. LDF ധാരണ പ്രകാരം CPMലെ അജിത സുധാകരൻ രാജിവെച്ച ഒഴിവിലേക്കാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. കലാപ്രിയ സുരേഷിന് എതിരായി UDFലെ രജനി ഷിനോയ് മത്സരിച്ചു. BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കലാപ്രിയയ്ക്ക് 12 വോട്ടും രജനി ഷിനോയ്ക്ക് 6 വോട്ടും ലഭിച്ചു. മാസങ്ങളായി റേഷൻ മുടങ്ങിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നുമുറി റേഷൻ കടയ്ക്ക് മുന്നിൽ നിൽപ്പു സമരം നടത്തി.
DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നൈജോ ആൻഡോ വാസുപുരത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത്, ജോൺ വട്ടക്കാവിൽ, സായൂജ് സുരേന്ദ്രൻ, സിജിൽ ചന്ദ്രൻ, AM ബിജു, ലിനോ മൈക്കിൾ, സന്തോഷ് കാവനാട്, ഷൈനി ബാബു, ജിജു കീറ്റിക്കൽ എന്നിവർ പ്രസംഗിച്ചു. പോൾ പുല്ലോക്കാരൻ, കുട്ടൻ പുളിക്കലാൻ, ജോണി കൊട്ടേക്കാട്ടുകാരൻ, സ്മിത ബാബു, LC ഡേവിസ്, ബിൻഡോ പുരയിടം എന്നിവർ നേതൃത്വം നൽകി. ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് കൊമ്പടിഞ്ഞാമക്കൽ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങൾക്ക് കുറ്റിപ്പമ്പ് വിതരണം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പിള്ളി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ KU, വാർഡ് മെമ്പർമാരായ സുനിൽ കുമാർ, ശ്രീജിത്ത് പട്ടത്ത്, വൃന്ദകുമാരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റായി KB സന്ദീപ് ചുമതലയേറ്റു. വിൻഡോറിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ PK ബാബു, KR ഹരി, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, VV രാജേഷ്, AG രാജേഷ്, A. ഉണ്ണികൃഷ്ണൻ, റിസൺ ചെവിടൻ, EV കൃഷ്ണൻ നമ്പൂതിരി, KK സത്യൻ, CP സെബാസ്റ്റ്യൻ, ബിന്ദു പ്രിയൻ, സജീവ് തൃക്കൂർ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 15 രൂപ കുറഞ്ഞു. ഗ്രാമിന് 7435 രൂപ, പവന് 59,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടിക്കാട് PG റോഡിൽ യുവാക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ പരസ്പരം വെട്ടിയ കേസിലെ പ്രതികളായ 5 പേർ പോലീസ് പിടിയിൽ. കയ്പമംഗലം കാളമുറിയിൽ ബൈക്കുകളിലെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിച്ചു. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ ഒരേ സ്ഥലത്ത് നിന്നും 2 മലമ്പാമ്പുകളെ പിടികൂടി. പ്രസിദ്ധമായ മൂന്നുമുറി പള്ളിയിൽ അമ്പ് തിരുനാളിന് കൊടിയേറി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി കലാപ്രിയ സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. മാസങ്ങളായി റേഷൻ മുടങ്ങിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 മുറി റേഷൻ കടയ്ക്ക് മുന്നിൽ നിൽപ്പുസമരം നടത്തി. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങൾക്ക് കുറ്റിപ്പമ്പ് വിതരണം ചെയ്തു. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റായി KB സന്ദീപ് ചുമതലയേറ്റു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.